ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ഹെയർ കെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാക്കിനുള്ള ഇൻഗ്രീഡിയൻസിനായി മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് കടുകിൻ്റെ ചെടിയാണ്. കടുകിൻ്റെ ഇലയും പൂവുമൊക്കെയാണിത്. അപ്പോൾ ഇന്നത്തെ പാക്കിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ കടുകിൻ്റെ ഇലയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള കടുകില നമുക്ക് പറിച്ചെടുക്കാം. കടുക് കുതിർത്ത് ചെടിച്ചട്ടിലൊക്കെ ഇട്ടാൽ മതി, പെട്ടെന്ന് പൊടിച്ച് വരും. താരൻ മാറാനായി സാധാരണ കടുകിൻ്റെ പാക്കൊക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും താരൻ മാറുന്നതിന് ഉപകരിക്കുന്ന ഒരു പാക്കാണിന്ന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള കടുകില പറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് മല്ലിയിലയാണ്. മല്ലിയിലയും ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി അരച്ചെടുക്കണം. അരയ്ക്കുന്നതിനായി ചെറുതായൊന്ന് നുറുക്കി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കടുകിലേക്ക് പകരം കുറച്ച് കടുക് കുതിർത്ത് അരച്ചെടുത്താലും മതി. രണ്ട് ഇലവർഗ്ഗങ്ങളും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരയാൻ ആവശ്യമായ വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കടുകിലയും മല്ലിയിലയും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. പാക്ക് പിഴിഞ്ഞെടുക്കാനായി ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്കൊരു തുണി വിരിച്ച് പാക്ക് അതിലൊഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരേ തുണി ഉപയോഗിക്കുന്നെങ്കിൽ അത് കഴുകി ഉണക്കിയെടുത്ത് വേണം അടുത്ത് ഉപയോഗിക്കാൻ. തുണിയിൽ പൂപ്പലൊക്കെ പറ്റിയിരുന്നാൽ നമ്മുടെ മുടിക്ക് ദോഷം ചെയ്യും. പാക്കിന് നല്ലൊരു ഗ്രീൻ കളറാണ്. ഇനി ഇത് പിഴിഞ്ഞെടുക്കാം. തലമുടിയിലെ താരൻ മാറുന്നതിനും മുടിക്ക് നല്ല കരുത്ത് കിട്ടാനും ഈ ഒരു പാക്ക് പ്രയോജനപ്പെടുന്നതാണ്. എനിക്ക് ഈ പാക്ക് കൊണ്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അവരവർക്ക് യോജിച്ച പാക്കും ടിപ്പും ഏതാണെന്നൊക്കെ കണ്ടെത്തി അത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. തലമുടിയിൽ 5 മിനിറ്റിന് മുൻപ് എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു.
ടിപ്പ് തലയിൽ അപ്ലൈ ചെയ്ത് മസാജൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി തലമുടി കെട്ടിവെച്ച് 10 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. താങ്ക്സ് ഫോർ വാച്ചിങ്.